നമസ്കാരം. നമ്മുടെ പിണറായിയുടെ പാർട്ടി അതായത് CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളായ 11 നിയോജക മണ്ഡലങ്ങൾ, 11 MLAമാരുടെ CPM MLAമാരുടെ CPI MLAമാരുടെ അല്ലെങ്കിൽ 3 മന്ത്രിമാരുടെയോ സ്ഥലത്താണ് ഇത്തവണ BJPക്ക് ഒന്നാം സ്ഥാനം കിട്ടിയത്. ആ ഒന്നാം സ്ഥാനം കിട്ടിയ സ്ഥലങ്ങളിൽ 3 മന്ത്രിമാരുമുണ്ട്. 3 മന്ത്രിമാർ ആരൊക്കെയാണ്? നമ്മുടെ ബിന്ദു ചേച്ചിയാണ്. നമ്മുടെ പാലക്കാട് മത്സരിച്ച വിജയരാഘവൻ്റെ പ്രിയപ്പെട്ട പത്നി മന്ത്രി ബിന്ദു എരിഞ്ഞാൽക്കുട. രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ഒല്ലൂർ രാജൻ മന്ത്രി ഉള്ള ഒല്ലൂർ. മൂന്നാമത്തെ നേമത്ത് നമ്മുടെ ശിവൻകുട്ടി. ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം CPM അല്ലെങ്കിൽ CPI ജയിച്ച സ്ഥലങ്ങളിലാണ് അവിടെയുള്ള CPM വോട്ടുകൾ BJP ചെയ്യുകയും ആ BJP വോട്ടുകൾ ചെയ്ത പ്രകാരം BJP ഒന്നാം സ്ഥാനത്ത് എത്തിയത്. നേരത്തെ പിണറായി വിജയൻ്റെ ധാരണ പ്രകാരം CPM 1,00,000 വോട്ടുകൾ വീതം 6 മണ്ഡലങ്ങളിൽ ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. അത് അങ്ങനെ വരികയാണെങ്കിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്, അതേപോലെ മാസപ്പടി വിവാദം, സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, ലൈഫ് മിഷൻ തട്ടിപ്പ്, AI ക്യാമറ തട്ടിപ്പ്, അങ്ങനെ ലോകത്തിലുള്ള സകല തട്ടിപ്പുകളിൽ നിന്നും പിണറായി വിജയനെയും മകളെയും കുടുംബത്തെയും രക്ഷിക്കാമെന്നായിരുന്നു BJPയുടെ ഓഫർ. അത് തന്നെയാണ് കൃത്യമായി നമ്മുടെ ദല്ലാൽ നന്ദകുമാർ വിളിച്ചു പറഞ്ഞത്. ജാവേദ്കർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, തൃശ്ശൂർ ജയിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ ലാവ്ലിംഗ് കേസ് പിൻവലിക്കും, അതേപോലെ മാസപ്പടി വിവാദത്തിൽ മോളെ തൊടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്തായാലും പിണറായി വിജയൻ വാക്ക് പാലിച്ചു. ആ മര്യാദ അദ്ദേഹം കാണിച്ചു കേട്ടോ. അദ്ദേഹം വാക്ക് പാലിച്ച് വോട്ട് മറച്ചു കൊടുത്തു. അങ്ങനെ BJP തൃശ്ശൂരിൽ വിജയിച്ചു. ഇതേപോലെ തിരുവനന്തപുരത്ത് ശ്രമിച്ചു, ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അതേപോലെയാണ് നമ്മുടെ ആറ്റിങ്ങലിൽ ശ്രമിച്ചു നോക്കി. ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് വോട്ട് മറച്ചത് എന്ന് നമുക്കറിയണ്ടേ? ഒന്ന് നേമം എന്ന് പറഞ്ഞ ശിവൻകുട്ടി. കഴക്കൂട്ടം കഴക്കൂട്ടം കടകംപള്ളി സുരേന്ദ്രനെയാണ്. വട്ടിയൂർക്കാവ് നമ്മളെ AKG സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് വട്ടിയൂർക്കാവ്. അവിടെ MLA CPM ആണ്. ആറ്റിങ്ങൽ, കാട്ടാക്കട, തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ CPIയുടെ മണ്ഡലമാണ്. ഒല്ലൂർ K രാജൻ മന്ത്രി, നാട്ടിക CPIയുടെ സ്ഥലം, ഇരിങ്ങാലക്കുട നമ്മളെ മന്ത്രി ബിന്ദുവിൻ്റെ സ്ഥലം, പുതുക്കാട്, ഇത്രയും സ്ഥലങ്ങളിൽ, മണലൂർ, ഇത്രയും CPMൻ്റെയോ CPIയുടെയോ കേന്ദ്രങ്ങളിലാണ് വോട്ട് മറച്ചു കൊടുത്തത്. അപ്പോൾ വളരെ ക്ലിയറാണ്, പിണറായി വിജയൻ വാക്ക് പാലിച്ചു, വോട്ട് മറച്ചു. അങ്ങനെ BJP ഒന്നാം സ്ഥാനത്തെത്തി. എന്തൊരു നല്ലൊരു അനുസരണമുള്ള ഒരാളാണ് പിണറായി വിജയൻ. കേരളത്തിലെ CPMനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ അന്തകൻ എന്ന് കൃത്യമായി നമുക്ക് പറയാവുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് പാർട്ടി വോട്ട് മറച്ചു കൊടുക്കുന്നതൊന്നും പ്രശ്നമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ കേസുകളും അദ്ദേഹത്തിന് രക്ഷപ്പെടണ്ടേ. മാത്രമല്ല അദ്ദേഹത്തിന് പുറത്തിറങ്ങി നടക്കണ്ടേ. കേജ്രിവാളിനെ പോലെ അകത്ത് നടക്കാൻ പറ്റുമോ? മോൾക്ക് ജയിലിൽ കിടക്കാൻ പറ്റുമോ? ഇപ്പം എത്ര കാലമായി മാസപ്പടി വിവാദവുമായി നടക്കുന്നു. ഷോൺ ജോർജ് പറഞ്ഞ് ഇതാ അറസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു മണ്ണാങ്കട്ടി നടക്കില്ല, ഞാൻ അന്നേ ഷോൺ ജോർജിനോട് പറഞ്ഞാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, പകരമായിട്ട് CPM കേന്ദ്രങ്ങളിൽ വോട്ട് മറച്ചു കൊടുത്തതിൻ്റെ തെളിവാണ് 11 മണ്ഡലങ്ങൾ. ഇനി 2ാം സ്ഥാനം കിട്ടിയ സ്ഥലങ്ങളുണ്ട്. കായംകുളം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ് കായംകുളം. പ്രതിഭ MLA ഉള്ള സ്ഥലമാണ്. പ്രതിഭ ഹരി MLA അവിടെയാണ് 2ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത്. അവിടെ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ 2ാം സ്ഥാനം കൊണ്ടുപോയി. അതേപോലെ തന്നെ ട്രിവാൻഡ്രം, കോവളം, നെയ്യാറ്റിൻകര, ഹരിപ്പാട് നമ്മളെ രമേശ് ചെന്നിത്തല 2ാം സ്ഥാനം ഈ BJPക്കാണ്, അവിടെ CPMനല്ല. പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ്, ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ വോട്ട് വിഹിതം 2ാം സ്ഥാനത്ത് BJP എത്തുകയുണ്ടായി. ഇവിടെയും വോട്ട് മറച്ചു CPM. ഇതേപോലെ തന്നെയാണ് കേരളത്തിൽ കഴിഞ്ഞ തവണ 15.56 ലോക്സഭയിലേക്ക് നടന്ന ഇലക്ഷനിൽ വോട്ട് വിഹിതമെങ്കിൽ BJPയുടെ വോട്ട് വിഹിതമെങ്കിൽ ഇത്തവണ 19.17% മാറി. അത് നമ്മുടെ BDJSന് കൂടെ കൂട്ടിയിട്ടാട്ടോ. പിന്നെ നമ്മളെ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിപ്പിച്ചുള്ള ആരെന്ന് ചോദിച്ചാൽ അത് സുരേഷ് ഗോപിന് 1,18,516 വോട്ടാണ് വർദ്ധിപ്പിച്ചതെങ്കിൽ ശോഭാ സുരേന്ദ്രന് 1,11,919.
63,698 വോട്ട് മാത്രമേ ആറ്റിങ്ങലിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. ഒരു കൊല്ലമായിട്ട് ആറ്റിങ്ങലിൽ വി മുരളീധരൻ തമ്പടിച്ച് വർക്ക് ചെയ്യാണ്. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ 2,82,000 വോട്ട് നേടിയ സ്ഥലമാണ് ആറ്റിങ്ങൽ എന്ന് ഓർക്കണം. ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ തൃശ്ശൂർ. 63,000. എന്നാൽ ഇത്തവണ വി മുരളീധരൻ 63,698 വോട്ടാണ് നേടിയത്. ശോഭാ സുരേന്ദ്രനാട്ടെ 50 ദിവസം കൊണ്ട് 1,11,000 വോട്ടാണ് വർദ്ധിപ്പിച്ചത്. സുരേഷ് ഗോപി 5 വർഷം കൊണ്ടാണ് 1,18,516 വോട്ട് വർദ്ധിപ്പിച്ചെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വെറും 1,11,919 വോട്ടാണ് 50 ദിവസം കൊണ്ട് വർദ്ധിപ്പിച്ചത്. മുരളീധരൻ ഒരു കൊല്ലം കൊണ്ട് 63,698 വോട്ടാണ് വർദ്ധിപ്പിച്ചത്. ഇപ്പം ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ നിന്നിരുന്നെങ്കിൽ അവിടെ വിജയിക്കുമായിരുന്നു. അറ്റ്ലീസ്റ്റ് 1,00,000 വോട്ടിന് ഉറപ്പായിട്ടും വിജയിക്കുമായിരുന്നു. അവിടെ ആ ശോഭാ സുരേന്ദ്രനെ നിർത്തുകയായിരുന്നെങ്കിൽ, അതായത് സുരേഷ് ഗോപിയെ നിർത്തിയ പോലെ ആറ്റിങ്ങൽ നിർത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വിജയിക്കുമായിരുന്നു. എന്തായാലും വി മുരളീധരനാണ് ശോഭാ സുരേന്ദ്രനെ ഇങ്ങനെ മോശപ്പെടുത്തിയത് അല്ലെങ്കിൽ തോൽപ്പിച്ചത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കേണ്ട സീറ്റാണ് നമ്മളെ വി മുരളീധരൻ തട്ടിയെടുത്തത് യാതൊരു എളുപ്പമില്ലാതെ. നന്ദി, നമസ്കാരം. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.